Yo guys, welcome back to another brand new video. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് USD JPYയിൽ കഴിഞ്ഞ ഡേയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിം മുതൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹയസ്റ്റ് ടൈം ഫ്രെയിമിലെ ഒരു മേജർ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വീക്ക്ലി അതുപോലെ മന്ത്ലി ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരുന്നു. ഓക്കെ, ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു, നമുക്ക് MS വന്നതിന് ശേഷം നമ്മൾ കാണാൻ പറ്റും ഒരു ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ സോൺ ഇവിടെ ഫോം ചെയ്തു. ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 15 minute ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, സോ 15 minute ടൈം ഫ്രെയിമിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് ഇത് പ്രീവിയസ് ഡേന്റെ ഹൈ ആയിരുന്നു, മുന്നത്തെ ദിവസത്തെ ഹൈ ആയിരുന്നു. ഓക്കെ, ആ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. അതിന്റെ ശേഷം ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇത് ഏഷ്യൻ സെഷൻ ആണ് ഈ ഒരു കളറിലൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ സെഷന്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഗ്രാബ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും ഏഷ്യൻ ഗ്രാബ് ചെയ്തു. അതിന് ശേഷം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു MS തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു MS തരാൻ കാരണമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഗ്രാബും കൂടി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഈക്വൽ ഹൈസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫോം ഓഫ് ഈക്വൽ ഹൈസ് മാർക്കറ്റ് ഗ്രാബ് ചെയ്തതിനു ശേഷമാണ് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് പുഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വിക്ക് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ലോവസ്റ്റ് ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം താഴോട്ടേക്ക് പുഷ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലേ ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ എന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഈക്വൽ ഹൈ ഫോർമേഷൻ ഇവിടെ കാണാൻ പറ്റും, ഫോം ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ, മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ സ്വീപ്പ് ചെയ്യുന്നതിന്റെ മുന്നായിട്ട് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലോ ഈ ഒരു ലോ ആയിരുന്നു. സോ ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, MS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു MS തന്നു. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു മേജർ സ്ട്രക്ചറും കൂടി മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിലായിരുന്നു ഇവിടുത്തെ സപ്ലൈറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഷോർട്ടായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ സോണിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഇൻഡ്യൂസ്മെന്റ് ലെഫ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഇവിടെ ഒരു 50 മിനിറ്റിലെ ഡിമാൻഡ് ഉണ്ടായിരുന്നു, ആ ഡിമാൻഡ് വരെ ആയിരുന്നു. അതുപോലെ ഏഷ്യൻ്റെ ലോ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ്സ് എടുത്തതിന് ശേഷം അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് വരെയുള്ള ആ ഒരു ട്രേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്യാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിന്റെ തൊട്ട് മുന്നായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എസ്പെഷ്യലി ഈ ഒരു ടാപ്പ് ചെയ്ത് എന്ന് വെച്ചിട്ട് ആ ഒരു സമയത്ത് മൂവ്മെന്റ് തന്നോളുന്നില്ല. ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിലായിരിക്കും എന്ത് ചെയ്യുക, മൂവ്മെന്റ് തരിക. സോ അതുപോലെ തന്നെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് കറക്റ്റ് ആ ഒരു 6:30 ന്യൂയോർക്ക് ഓപ്പൺ ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്നുകൂടി ആ ഒരു സോണിലേക്ക് വന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ, കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, അവിടെ താഴോട്ടേക്ക് പുഷ് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു ഒരു ട്രേഡ്. ഓക്കെ, ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, MS വന്നു, MS-ന് കാരണമായിട്ടുള്ള ആ ഒരു സോണ് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. പിന്നെ ആ ഒരു സോണിന്റെ തൊട്ടടുത്തായിട്ട് എന്തുണ്ടായിരുന്നു, ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു. സോ നമുക്കറിയാം നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ് ഇത്തരത്തിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്ന ഓർഡർ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹയർ പ്രോബിലിറ്റി സോൺ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ അതിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഡ്യൂസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി എക്സ്ട്രാ കോൺഫിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. ഓക്കെ,
സോ എല്ലാവർക്കും ആ ട്രേഡിന്റെ ബിഹൈൻഡ് ദ ലോജിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അതുപോലെ പഠിക്കാനും താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സോ എല്ലാവരും എന്ത് ചെയ്യുക, സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.